ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്ത വിഷയം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസേഷനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറയാറൊക്കെ ഉണ്ട്. അപ്പം വിഷ്വലൈസേഷൻ എങ്ങനെ എഴുതണം, വിഷ്വലൈസേഷൻ ജേണൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എൻ്റെ സെഷൻ ഉണ്ടായിരുന്നത്. അപ്പം പലർക്കും ഈ വിഷ്വലൈസേഷൻ എന്താണെന്നൊക്കെ അറിയാം, പക്ഷേ വിഷ്വലൈസേഷൻ ജേണലിങ് ചെയ്യേണ്ട രീതിയെക്കുറിച്ചിട്ട് അത്ര അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അറിയാൻ മേലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജേണലിങ് സെഷൻ വെച്ചിരിക്കുന്നത്. അപ്പം വിഷ്വലൈസേഷൻ എഴുതുമ്പോഴത്തേക്കും നമ്മൾ മസ്റ്റായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ് പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതുക. ഒരിക്കലും നമ്മൾ നടക്കുമായിരിക്കും അങ്ങനെ നമ്മൾ എഴുതാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞെങ്കിൽ ഇപ്പോൾ വിഷ്വലൈസേഷനെ കുറിച്ചിട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ടോക്കൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം ബോളിവുഡ് ആർട്ടിസ്റ്റുകളാണെങ്കിലും ഹോളിവുഡ് ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒക്കെ ഇപ്പോൾ ആലിയ ഭട്ടിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം വിഷ്വലൈസേഷനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ബാഹുബലി സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിൻ്റെ അകത്തെ ശിവുഡു എന്ന് പറയുന്ന ക്യാരക്ടറില്ലേ, ശിവുഡു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്തായിരുന്നു? അയാൾക്ക് ആ ഒരു മലയുടെ മുകളിൽ കയറണം. ആ മലയുടെ മുകളിൽ എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പം അയാൾ അതിനെക്കുറിച്ചിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അയാൾക്ക് പല 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 ഹിൻഡർനെസ് വന്നിട്ടുണ്ട്. അയാളുടെ അമ്മ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്, അയാളുടെ കൂട്ടുകാർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ പലപ്പോഴും താഴെ വീണിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അയാൾ തോറ്റ് പിന്മാറിയിട്ടില്ല. അയാൾ പിന്നെയും അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ശിവുഡുവിൻ്റെ പോലെയാണ് ആക്ട് ചെയ്യേണ്ടത്. ശരി, നമ്മുടെ ആ സ്വപ്നങ്ങളിലോട്ട് എത്തുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ആക്ട് ചെയ്യണം. ആക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സ് വഴികൾ തുറന്ന് കാണിക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ തമന്ന എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇങ്ങനെ ഷൂട്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ ഒരു യൂണിവേഴ്സ് ഇങ്ങനെ വഴി കാണിക്കുന്ന പോലെയാണ് തമന്നയുടെ ക്യാരക്ടർ ഇങ്ങനെ വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു എക്സാമ്പിളാണ് വിഷ്വലൈസേഷൻ്റെ. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിനെ ഈ ഒരു ശിവുഡുവിൻ്റെ പോലെ കൺസിഡർ ചെയ്തിട്ട് വിഷ്വലൈസേഷൻ ടെക്നിക്കൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2-3 പവർഫുൾ ടൂൾസ് ഉണ്ട്. അതിലൊന്നാണ് വിഷൻ ബോർഡിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി എങ്ങനെ ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഒരു ജേർണലിങ് അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്നതാണ് ബുള്ളറ്റ് ജേർണലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾസൊക്കെ ഇങ്ങനെ ബുള്ളറ്റ് പോലെ ഇട്ടിട്ട് ചെയ്യാം. അതാണെങ്കിൽ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി കൂടെയാണ് ഈ ബുള്ളറ്റ് ജേർണലിങ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വിഷൻ ബോർഡ് നമ്മുടെ എല്ലാ ദിവസവും നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് വയ്ക്കാം. കാരണം വിഷൻ ബോർഡ് അത്രയും പവർഫുള്ളാണ്. എല്ലാ ദിവസവും നമ്മളത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സ്വപ്നത്തിലോട്ട് നമ്മൾക്ക് നടന്നെത്താനുള്ള ദൂരം കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം വിഷ്വലൈസേഷൻ ജേർണലിങ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഫ്ലാറ്റിലെ റീഡിങ് റൂമിലാണ്, എൻ്റെ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു എക്കോ ഫ്രണ്ട്ലി വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് വെച്ചോളൂ. ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി വീട് വെക്കണം എന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ആഗ്രഹത്തിനെ പ്രസൻറ്റ് ടെൻസിലാക്കണം. അതായത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എക്കോ ഫ്രണ്ട്ലി വീട്ടിലിരുന്നുകൊണ്ടാണ് ഈ ഒരു ജേർണലിങ് ചെയ്യുന്നത്. എൻ്റെ വീട് പാടത്തിൻ്റെ അടുത്താണ്. ഇവിടുത്തെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പാടത്തു നിന്നുള്ള നല്ല കാറ്റ് കിട്ടും. പിന്നെ ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോഴത്തേക്കും നല്ല പുതുമണ്ണിൻ്റെ ഗന്ധം വരുന്നുണ്ട്. ഞാനൊരു കാപ്പിയൊക്കെ കുടിച്ച് എൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ വായിച്ച് എൻ്റെ ഈ റൂമിലിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എനിക്ക് ഇവിടെ ഒരു സ്വന്തമായിട്ടൊരു ലൈബ്രറി ഉണ്ട്. അവിടെ എൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിറയെ മരങ്ങളുണ്ട്, പലതരത്തിലുള്ള മരങ്ങളുണ്ട്. മാവുണ്ട്, മാംഗോസ്റ്റീൻ മരങ്ങളുണ്ട്. അതിലൊക്കെ അണ്ണാറക്കണ്ണന്മാരും കിളികളും ഒക്കെ എപ്പോഴും വരാറുണ്ട്. അതുപോലെ എൻ്റെ കുട്ടി
അവിടെ ഫ്രണ്ടിൽ മുറ്റത്ത് കിടന്ന് കളിക്കാറുണ്ട്. ഞാനും അവളുടെ കൂടെ, ഞാനും എൻ്റെ ഭർത്താവും അവളുടെ കൂടെ പിന്നെ അവൾക്ക് മണ്ണപ്പം ചുട്ട് കൊടുക്കാറൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഭാവനയെ നമ്മൾ കയറൂരി ഇട്ട് കഴിഞ്ഞാൽ അത് പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്ന് പോലും അറിയത്തില്ല. അപ്പം എഴുതാൻ ഇഷ്ടമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസകരമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ ഒരു ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു പുതുമണ്ണിൻ്റെ ഗന്ധം, പിന്നെ അതുപോലെ തന്നെ കിളികളുടെ ശബ്ദം, അണ്ണാറക്കണ്ണന്മാർ, എൻ്റെ പുസ്തകത്തിൻ്റെ സ്മെല്ല്, ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതാണ് വേണ്ടത്. എന്താണ് ആ ഒരു സ്മെല്ല് നമ്മൾ അറിയുക, നമ്മൾ ആ ഒരു സന്തോഷം ആസ്വദിക്കുക, നമ്മൾ ആ കാഴ്ച നമ്മുടെ മനസ്സിൽ കാണുക. അപ്പം ഇത് മനസ്സിലിങ്ങനെ കാണുമ്പോഴത്തേക്കും ആക്ഷൻ ചെയ്യാനുള്ള പിന്നെ ടെംപ്ടേഷൻ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ള ഡിസയർ നമുക്കിങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത്. വിഷൻ, ബിലീവ്, ദെൻ ആക്ഷൻ, ദെൻ റിയാലിറ്റി, അങ്ങനെയാണത് വരുന്നത്. ഇപ്പം മണി മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മണി വിഷ്വലൈസേഷൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം ടെക്നിക്ക് തന്നെയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ പൈസയൊന്നും കാണില്ല, പക്ഷെ നമ്മൾ നമ്മുടെ സമ്പത്ത് ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന പോലെയാണ് കാണേണ്ടത്. അല്ലാതെ അയ്യോ എനിക്കില്ല ഇല്ല ഇല്ല അങ്ങനെയല്ല പറയേണ്ടത്. ഈ മണി വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ടൂളാണ്. അതായത് എനിക്ക് ഭയങ്കര പൈസ കിട്ടി നല്ല അർത്ഥം, പക്ഷേ എൻ്റെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പടിപടിയായിട്ട് ഓവർകം ചെയ്യാനുള്ള പാത്ത് എനിക്ക് തുറന്നു കിട്ടുന്നുണ്ട്. നമ്മളത് പ്രൊഡക്റ്റീവ് ആയതുകൊണ്ടാണ് എൻ്റെ ബ്രെയിനിൻ്റെ ഹാപ്പി ഹോർമോൺസും ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ അങ്ങനെയുള്ള ഹോർമോൺസൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ പ്രൊഡക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റീവ് ആകുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ റവന്യൂ ഗ്രോ ചെയ്യാനുള്ള ഐഡിയാസ് വരുന്നതും അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ടാകുന്നതും. അപ്പം ഇങ്ങനെയാണ് വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇത് തേക്ക് മാഞ്ചിയം പോലുള്ള പരിപാടിയൊന്നുമല്ല. ഈ രീതിയിലാണ് വിഷ്വലൈസേഷൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ കാര്യവും ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലാലേട്ടൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, പേളിമാണിയുടെ എക്സാമ്പിൾ പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ മമ്മൂട്ടി. അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിയമം കഴിഞ്ഞ ആളാണ്, അഡ്വക്കേറ്റാണ്, പഠിക്കുന്ന സമയത്ത് നല്ല നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ നായകനാകാനുള്ള ആകാരവും സൗന്ദര്യമുണ്ട്. നായകനാകാനുള്ളത് അത് ആ വാക്ക് സ്ട്രെസ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായകനാകുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം അതൊരു ചമ്മലും ഇല്ലാതെയാണ് അദ്ദേഹം അത് സ്പെസിഫൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വന്നു. അന്നത്തെ കാലത്ത് പിന്നെ അദ്ദേഹത്തിന് ഡാൻസ് അറിയില്ല, കോമഡി വഴങ്ങില്ല, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ലിമിറ്റേഷൻസിനെ എല്ലാം ഓവർകം ചെയ്തിട്ടാണ് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുന്നിൽ നിന്ന് മമ്മൂട്ടിയായിട്ട് നിൽക്കുന്നത്. അതൊരു വിഷ്വലൈസേഷൻ്റെ വൺ ഓഫ് ദി ഗ്രേറ്റ് പവർഫുൾ ടൂളാണ്. അദ്ദേഹം വിഷ്വലൈസേഷൻ ജേർണലിംഗ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അദ്ദേഹം വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് വട്ടം ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഉൾക്കണ്ണിൽ കാണാറുണ്ടെന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ജേർണലിംഗ് ചെയ്യുമെന്നൊന്നും അറിഞ്ഞുകൂടാ. എനിവേ, ഈ പറയുന്നൊരു ആഗ്രഹമല്ല നമുക്ക് ശരിക്കും വേണ്ടത്, നമുക്കൊരു കൊതിയാണ് വേണ്ടത്. നമ്മുടെ ആഗ്രഹം നല്ലതാണെന്നുണ്ടെങ്കിൽ ആ കൊതി കൊണ്ടൊരു കുഴപ്പമില്ല. ആ കൊതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറയാം. എനിക്ക് എൻ്റെ മകൾ ഉണ്ടാകണം എന്നുള്ളത് ആഗ്രഹമല്ല, ആഗ്രഹത്തിനെക്കാട്ടും കൂടുതൽ കൊതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊതിയാണ് സാൻവിക എന്ന് പറയുന്ന മകളുടെ രൂപത്തിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും. അപ്പം ഇതാണ് വിഷ്വലൈസേഷനെ കുറിച്ചിട്ട് ഇന്ന് പറഞ്ഞ സെഷൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കാം. നാളെ കാണുന്നതിന് മുമ്പ് ബൈ ബൈ.